सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण. ഇപ്പോൾ കഴിഞ്ഞ കഥയിൽ ജയദ്രഥൻ വരമെല്ലാം കേട്ടു. പാണ്ഡവരെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ അർജുനനെ തോൽപ്പിക്കുവാൻ ആരാലും സാധിക്കില്ല എന്ന് പറഞ്ഞ അർജുന മാഹാത്മ്യത്തിനെ കുറിച്ച് മഹാദേവൻ പറയേണ്ടായി. ആ കഥയെല്ലാം പറഞ്ഞതിന് ശേഷം ആ കഥയെല്ലാം കഴിഞ്ഞ് ഒടുവിൽ പാണ്ഡവർ ദൗമ്യനോടൊപ്പം ആശ്രമ അന്തരീക്ഷത്തിലെത്തുകയും ആ സമയത്ത് മാർക്കണ്ഡേയ ഋഷിയോട് പതിവ്രതയായ ഭാര്യയെക്കുറിച്ച് ചോദിച്ചു. ഭാര്യ ഇങ്ങനെ അവഹേളിതയായതും അതുവഴി അപമാനിതനാവുന്നതും ഒക്കെ പാണ്ഡവർ ഋഷിയോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിഷമം വലിയ വിഷമമല്ല സീതാമാതാവിനെ തട്ടിച്ചു നോക്കിയാൽ എന്ന് പറഞ്ഞ് സീതാമാതാവിൻ്റെ കഥ, രാമ ഉപാഖ്യാനം, രാമായണം മൊത്തം പറഞ്ഞു. എന്നാൽ കുറച്ചായിട്ട് നമ്മളതുകൊണ്ട് അത് എടുത്തു പറയുന്നില്ല. രാമരാവണ ജന്മകഥകൾ, രാവണാദികളുടെ വരപ്രാപ്തി, വാനരന്മാരുടെ ഉൽപ്പത്തി, പിന്നെ രാമൻ്റെ വനയാത്ര അല്ലേ, രാമായനം, രാമൻ്റെ അയനം, രാമൻ്റെ പോക്ക്, പിന്നെ കബന്ധനെ കാണുന്നു, കബന്ധനെ കൊല്ലുന്നു, ത്രിജടയുടെ സീതാസാന്ത്വനം, സീതാരാവണ സംവാദം, ഹനുമാന്റെ പ്രത്യാഗമനം, സേതുബന്ധനം, കുംഭകർണവധം, ഇന്ദ്രജിത്തിൻ്റെ വധം, രാവണവധം, പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം അല്ലെ. ഇത്രയും പറഞ്ഞിട്ട് മാർക്കണ്ഡേയ ഋഷി പറഞ്ഞു, അങ്ങനെ രാമൻ പ്രജാഹിത വത്സലനായിട്ട് രാജ്യം ഭരിക്കവേ ഗോമതി നദീതീരത്തിൽ 10ഓളം അശ്വമേധയാഗങ്ങൾ അനുഷ്ഠിച്ച് പ്രജാക്ഷേമ തൽപരനായിട്ട് ജീവിക്കുന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം സീതാമാതാവ് രാമചന്ദ്രമൂർത്തി അവരെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, രാമകഥാഖ്യാനത്തിലൂടെ മുനി യുധിഷ്ഠിരൻ്റെ വിഷാദ അവസ്ഥ വെറും തുച്ഛമാണ്. സീതാമാതാവും രാമനും സാക്ഷാൽ ഭഗവാൻ രാമനായിട്ട് വന്നിട്ട് പോലും ഒരുപാട് കഷ്ടങ്ങൾ ധർമ്മം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഒടുവിൽ പട്ടാഭിഷിക്തനായി വിജയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ തുച്ഛമാണെന്ന് ഉദാഹരിച്ചപ്പോൾ ധർമ്മപുത്രരുടെ മനസ്സ് വിഷാദത്തിന് സർവ്വവിധമായിട്ടുള്ള വിഷാദങ്ങളിൽ നിന്ന് മുക്തനായി. ആ സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, മാർക്കണ്ഡേയ ഋഷിയോട് പറഞ്ഞു, വേറൊന്നിലും എനിക്ക് വിഷമമില്ല, ദ്രുപദപുത്രിയെ ഓർക്കുമ്പോഴാണ് എൻ്റെ വിഷമം. ആര്? പാഞ്ചാലിയെ കുറിച്ചാണ്. ചൂതാട്ടത്തില് ഞങ്ങൾ തളർന്നപ്പോൾ രക്ഷിച്ചത് അവളാണ്. ദ്രൗപദിയെ ജയദ്രഥൻ ബലമായി അപഹരിക്കുവാൻ വന്നു. അങ്ങ് പാഞ്ചാലിയെ പോലെ പതിവ്രതയും മഹാഭാഗയുമായ മറ്റൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പിന്നെയും വിഷമിച്ച് പറയാം. ഈ സമയത്ത് ആ വിഷമം തീരുന്നതിന് വേണ്ടി പതിവ്രതയായ പാഞ്ചാലിയോളം മേന്മയുള്ള സാവിത്രിയുടെ കഥ യുധിഷ്ഠിരനോട് എടുത്തു പറയാണ്. പണ്ട് പാഞ്ചാലിയുടെ ഗുണങ്ങളെല്ലാം തികഞ്ഞൊരു രാജകന്യകയാണ് സാവിത്രി. പണ്ട് മാദ്രരാജ്യം ഭരിച്ചിരുന്ന മഹാസാത്വികനും ദാനേശ്വരനും ജിതേന്ദ്രിയനും ആയ
അശ്വപതി എന്ന രാജാവാണ് സാവിത്രിയുടെ അച്ഛൻ. എന്നാൽ അദ്ദേഹത്തിന് ആരംഭത്തിൽ കാലങ്ങളായിട്ടും സന്താന ഭാഗ്യം ഉണ്ടായിരുന്നില്ല അല്ലെ. ആ സമയത്ത് സാവിത്രി ഒന്നും പിറന്നിട്ടില്ല. അങ്ങനെ അദ്ദേഹം പ്രായമായി കഴിഞ്ഞാൽ വലിയ കഷ്ടമാവുമല്ലോ അല്ലേ. സന്താന ലഭ്യ വളരെ അത്യാവശ്യം. സന്താന വൃത്തിക്കായി കൊടും തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. മിത ആഹാരനും ബ്രഹ്മചാരിയുമായി ഒരു പകലിനെ 8 ഭാഗിച്ച് അതിലെ 6-ാം മുഹൂർത്തത്തിൽ സൂര്യകന്യക സാവിത്രിയെ ഭജിച്ച് 1,00,000 പ്രാവശ്യം ഹോമിക്കുന്ന മഹാതപമാണ് ഈ അശ്വപതി രാജാവ് ചെയ്തിരുന്നത്. എല്ലാ ദിവസത്തുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നു, ഒരു തപസ് അനുഷ്ഠിക്കുന്നുവെങ്കിൽ, ഒരു വ്രതം അനുഷ്ഠിക്കുന്നുവെങ്കിൽ 2 കാര്യങ്ങൾ നിയന്ത്രിക്കണം. ഒന്ന് വന്നിട്ട് ബ്രഹ്മചര്യം പാലിക്കുകയും അമിതമായ ആഹാരം നന്നേ കുറയ്ക്കുകയും വേണം. ആഹാരത്തിന് നിയന്ത്രിക്കണം. അപ്പോൾ ബ്രഹ്മചര്യം ശക്തിമത്താവും. അപ്പൊ തപസ്സിൽ ബ്രഹ്മചര്യവും ആഹാര നിയന്ത്രണവും അത്യുത്തമമാണ്. അങ്ങനെ ഏകദേശം 18 വത്സരം നീണ്ടു നിന്ന തപസ്സില് ഒടുവിൽ സാവിത്രി ദേവി പ്രത്യക്ഷപ്പെട്ടു. രാജാവിനോട് വരം ചോദിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. എന്ത് വരം വേണമെങ്കിലും ചോദിക്കാം. കുലവൃദ്ധികരമായ സന്താന സമൃദ്ധി എനിക്ക് സിദ്ധിക്കണം, അത് മാത്രമേ ഉള്ളൂ എൻ്റെ വരം അല്ലേ. അശ്വപതി രാജാവ് പറഞ്ഞു. അപ്പൊ സാവിത്രി പറഞ്ഞു, ഇതിനു മുമ്പേ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ബ്രഹ്മദേവനോട് സംസാരിച്ചിട്ടുണ്ട് അങ്ങയെക്കുറിച്ച്. എങ്കിലും അങ്ങേക്ക് കാലാന്തരത്തിൽ ബ്രഹ്മാവിന്റെ പ്രസാദത്തിൽ ഭവാന് തേജസ്വിനിയായ ഒരു പുത്രിയെ ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് അപ്രത്യക്ഷയായി. സാവിത്രി വചസ്സുകൾ രാജാവ് ശിരസാ വരിച്ച് അതീവ ശുഭാപ്തിയോടെ രാജ്യം പാലിച്ചു. കാലാന്തരത്തില് മനുനന്ദിനിയായ തൻ്റെ മൂത്ത പത്നിയില് ഒരു പുത്രിയെ പ്രസവിപ്പിച്ചു. ഒരു പുത്രി ഉണ്ടായി കാലാന്തരത്തിൽ. സാവിത്രിയുടെ പ്രസാദത്തിൽ ലഭിച്ച പുത്രി ആയതുകൊണ്ട് അവളുടെ പേര് സാവിത്രി എന്നാണ് വിളിച്ചിരുന്നത്. നമുക്കറിയാം സത്യവാൻ സാവിത്രി കഥ. ആ സാവിത്രിയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ലക്ഷ്മിയുടെ രൂപം തന്നെയായിരുന്നു സാവിത്രിക്ക്. അതിസുന്ദരിയായി വളരുകയുണ്ടായി അല്ലെ. യുവതിയായ അവളെ കണ്ടിട്ട് ദേവകന്യകയാണോ എന്ന് പലരും സംശയിച്ചു. ഇപ്പോൾ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമൊക്കെ ഉള്ള യുവാക്കളെല്ലാം വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ആ ഒരു സാവിത്രിയെ കണ്ടിട്ട്, സാവിത്രിയുടെ ഗുണങ്ങളും സൗന്ദര്യവും കണ്ടിട്ട് ആ നാട്ടിൽ, ആ രാജ്യത്തിലുള്ള ഒരാളും ധൈര്യപ്പെട്ടില്ല സാവിത്രിയെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും ക്വാളിറ്റി, എല്ലാവരുടെയും മുകളിലാണ് അവൾ. ചിന്തിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഒരു സ്ത്രീയാണ് യോഗ്യതയിൽ. അതാണ് സാവിത്രി. അതുകൊണ്ട് ആരും ധൈര്യപ്പെട്ടില്ല, ചിന്തിച്ചു പോലുമില്ല എനിക്ക് സാവിത്രിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു പോലുമില്ല. കാരണം അവരുടെ പ്ലാറ്റ്ഫോം അനുസരിച്ച് നോക്കിയാൽ സാവിത്രി എത്രയോ ഉയരെയാണ്. രാജാവിന് വലിയ വിഷമായി. നാട്ടുരാജ്യത്തിൽ നിന്നും ആരും വരാതായി അല്ലേ. സമയമാകുമ്പോൾ വിവാഹം കഴിച്ച് അയക്കണ്ടേ. അച്ഛന് ആദിയായി. അങ്ങനെ യുവതിയായി സാവിത്രിയെ കണ്ട് ആ രാജ്യത്തിലെ ആണുങ്ങളാരും അവിടെ വരിക്കുവാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ആരും വന്നിട്ടില്ല. ഉടനെ പുത്രിവത്സലനായ രാജാവ് ദുഃഖിതനായി സാവിത്രിയോട് പറഞ്ഞു, ആരും നിന്നെ തിരക്കി വരാത്തതിനാൽ നീ നിനക്ക് യോജിച്ച ഒരാളെ തിരഞ്ഞെടുക്കുക. അക്കാര്യം നീ എന്നെ അറിയിച്ചാൽ ഗുണദോഷ വിചാരത്തിന് ശേഷം ഞാൻ കന്യാദാനം ചെയ്യുന്നതാണ് ആ വ്യക്തിക്ക് നിന്നെ. അങ്ങനെ വൃദ്ധമന്ത്രിമാരെയൊക്കെ വിളിച്ച് ഷട്ടം കെട്ടി വലിയ ഒരു വരാർത്ഥ യാത്രയാണ് സാവിത്രി നടത്തിയത്. പല സ്ഥലങ്ങളിലും പോയി, തീർത്ഥാടനം പോയി, പലർക്ക് ദാനം എല്ലാം കൊടുത്തുകൊണ്ട് പോയിട്ട് ആ വരാർത്ഥ യാത്ര മുന്നേറി ഒടുവിൽ തിരിച്ചെത്തി. ഈ തിരിച്ചെത്തുന്ന സമയത്ത് കൊട്ടാരത്തില് അവിടെ ഒരു അതിഥി ഉണ്ടായിരുന്നു.
ഒരു നാരദ ഋഷി. അങ്ങനെ നാരദ ഋഷിയും അശ്വപതി രാജാവും തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ദേവി മന്ത്രിമാരും അവിടെ എത്തി. ദേവി അതിനകത്തേക്ക് കയറിപ്പോയി വളരെ ലജ്ജയോടുകൂടി, എന്ന് പറഞ്ഞാൽ ആരെയോ കണ്ടു വച്ചു അല്ലേ, മനസ്സാ വരിച്ചു. ഉടനെ തന്നെ അച്ഛന് ചോദിക്കുവാൻ മടിയായിട്ട് ദേവന്മാർ പോലും നമസ്കരിക്കുന്ന ആരാധിക്കുന്ന ദേവഋഷി നാരദനോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു. ആരെയാണ് അവൾ വരിച്ചതെന്ന് അങ്ങ് തന്നെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ നാരദ ഋഷി അവളോട് ചോദിച്ചു. അപ്പം സാവിത്രി പറഞ്ഞു, സാല്വം ഭരിച്ചിരുന്ന ദ്യുമത്സേനൻ എന്ന രാജാവ്, ആ രാജാവിൻ്റെ പുത്രൻ. ആ രാജാവിനൊരു വലിയ പ്രശ്നമുണ്ട്, ഇപ്പൊ രാജ്യത്തിലല്ല അല്ലെ. ആ രാജാവ് ഇപ്പോൾ വനാന്തർഭാഗത്ത് കിടക്കാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ശൈബ്യയുമായിട്ട് 2-3 മന്ത്രിമാരുണ്ട്. അദ്ദേഹം അന്ധനായി, എങ്ങനെയോ അന്ധത വന്നിട്ട് മറ്റ് രാജ്യത്തിലെ രാജാവ് വന്ന് ആക്രമിച്ച് ഇദ്ദേഹത്തിനെ നിഷ്കാസനം ചെയ്യുകയും അവർ ഓടി വനത്തിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ പേര് ദ്യുമത്സേനൻ എന്നാണ്. ഈ കഥയൊക്കെ പറയുന്നത് സത്യവതി സാവിത്രിയാണ്. അങ്ങനെ സാവിത്രി പറഞ്ഞു, സാല്വം ഭരിച്ചിരുന്ന ദ്യുമത്സേനൻ എന്ന രാജാവിന്റെ പുത്രനായ സത്യവാനെയാണ് താൻ മരിച്ചതെന്ന് സാവിത്രി നാരദരോട് പറഞ്ഞു. ഇത് കേട്ട് നാരദൻ പറഞ്ഞു, വളരെ ഖേദകരമായല്ലോ രാജാവേ, അന്ധനായ ദ്യുമത്സേനന്റെ മകനെയാണല്ലോ സാവിത്രി പതിയായി വരിക്കുന്നത്. ഈ രാജാവിന് വലിയ ഉത്കണ്ഠയായി അല്ലെ. നാരദരുടെ വചസ്സുകളിൽ ആശങ്കപ്പെട്ട രാജാവ് സത്യവാനെ കുറിച്ച് ചോദിച്ചു. അല്ലെ, അവൻ ശൂരനല്ലേ, വീരനല്ലേ, ക്ഷത്രിയനല്ലേ? എല്ലാം. നാരദൻ പറഞ്ഞു, സത്യവാനും തേജസ്വിയും ബുദ്ധിമാനും വീര്യവാനും ക്ഷമവാനും രന്തിദേവനെ പോലെ ദാനശീലനും ശിബിക്ക് സമാനമായ ബ്രഹ്മണ്യനും യയാതി രാജാവിനെ പോലെ ഉദാരനുമാണ് അദ്ദേഹം. അല്ലെ. അപ്പൊ അശ്വപതി രാജാവ് ഇതൊക്കെ കേട്ടു. എങ്കിലും ശങ്കപ്പെട്ട് ചോദിച്ചു, പിന്നെന്താണ് അങ്ങ് ഇതിന് എതിരായിട്ട് നിന്ന് ഒരു സംസാരം? അവന്റെ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ദയവ് ചെയ്ത് എന്നോട് പറയണം. അപ്പൊ നാരദ ഋഷി പറഞ്ഞു, സർവ ഗുണങ്ങൾക്ക് മേലെ നിൽക്കുന്ന ഒരേ ഒരു ദോഷത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോണത് നിങ്ങളുടെ അടുത്ത്. എന്താ കാര്യം? എന്താണ് ദോഷം? അത് വേറൊന്നുമില്ല, അടുത്ത വർഷം അദ്ദേഹം മരിച്ചു പോകും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സങ്കടമായി. ഇത്രയും ഗുണവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് 1 വർഷം കൂടെ ആയുസുള്ളോ? സ്തബ്ധനായി രാജാവ്. അതിനുശേഷം സാവിത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന നാരദ ഋഷി തന്നെ പറയണു, അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകുന്നു. ഇത്രയൊക്കെ ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് വേറെ ഒരാളെ വരിക്കുന്നതാണ് ഉത്തമം എന്ന് പറഞ്ഞു. അല്ലെ, വേറെ ഒരാളെ വരിക്കുന്നതാണ് ഉത്തമം. ഉടനെ തന്നെ വളരെ വിനയാന്യതയായിട്ട് ദൃഢമായിട്ട് പറയണ്ടായി. ഒരാളില് പ്രത്യേകിച്ച് അച്ഛന്റെ അഭിപ്രായ പ്രകാരം ഭർത്താവാണെന്ന് വരിച്ചിരിക്കുന്നു ഞാൻ. അതുകൊണ്ട് എൻ്റെ ധർമ്മം അനുസരിച്ച് ഇനി ക്വാളിറ്റി ഉണ്ടോ ക്വാളിറ്റി ഇല്ലെന്നല്ല, മനസ്സുകൊണ്ട് വരിച്ചു കഴിഞ്ഞു. ഇനി എനിക്കത് മാറ്റാൻ പറ്റില്ല. അത് അച്ഛൻ തന്നെ സ്വാതന്ത്ര്യവും എനിക്ക് തന്നതാണ്. അതുകൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് അത് മാറ്റുവാൻ നിവൃത്തിയില്ല, അത് അസാധ്യമാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് നാരദ ഋഷി ഇരിക്കുകയാണ്. വിധിവിഹിതം എന്ന പോലെ ഇനി എന്താ പറയുക, വിധിവിഹിതം എന്ന മാതിരി ഇനി ഗുണം ഇല്ലെങ്കിലും ഗുണമുണ്ടെങ്കിലും അദ്ദേഹമാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയണ്ടായി. അപ്പൊ പൊതുവെ ശാസ്ത്രമനുസരിച്ച് ഒരു പുരുഷന്റെ പുറകില്, വിവാഹം കഴിക്കാത്ത ഒരു പുരുഷന്റെ പുറകില് ആ പുരുഷന്റെ നിഴലിനെ സ്ത്രീ പിന്തുടർന്നാൽ അവിടെ ഭാര്യയായി ദേവന്മാരുടെ കണ്ണിൽ. അതാണ് നമ്മൾ വിവാഹമൊക്കെ കഴിക്കുന്ന സമയത്ത് കല്യാണം എല്ലാം കഴിച്ചിട്ട് ചുറ്റും ഇങ്ങനെ വലം വയ്ക്കും അല്ലേ, അതാണ് രജിസ്റ്റർ ആവുന്ന അവിടെ. അല്ലാതെ പൂക്കുലയിൽ പൂജിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. പലരും ഒക്കെ കല്യാണ സമയത്ത് പൂക്കുലയൊക്കെ പൂജിച്ച് കൂടാറുണ്ട്. എന്തിനാണെന്ന് ആ പൂജാരിക്കും അറിഞ്ഞൂടാ, അത് ഇടുന്ന നവദമ്പതികൾക്കും അറിഞ്ഞൂടാ പൂക്കുലയിൽ എന്തിനാണ് ഇടുന്നത്. പൂക്കുലയായിട്ട് യാതൊരു ബന്ധവുമില്ല. പൂക്കുല എന്ന് പറയുന്നത് അതൊരു
മംഗളകാര്യത്തിന് വച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ, നെൽപ്പറയോടുകൂടി. അവിടെ പൂജിക്കപ്പെടേണ്ടത് എന്താണ്? അവിടെ അഗ്നിദേവനെ പൂജിക്കണം അല്ലെ? എന്താ കാര്യം? സാക്ഷിയായിട്ട് അഗ്നിദേവനുണ്ട് വിളക്കില് അല്ലെ? കാരണം നമ്മളൊക്കെ ഒരു നാൾ മരിക്കും. അപ്പൊ സാക്ഷി പറയാൻ ആരെയും കിട്ടില്ല. എന്നാൽ അഗ്നി ഒരിക്കലും മരിക്കുന്നില്ല. അഗ്നി എപ്പോഴും ശാശ്വതമായി നിലകൊള്ളുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് അഗ്നി സാക്ഷിയായിട്ട്. നമ്മളിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ കല്യാണത്തിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാല് അല്ലെ, ചിലപ്പോ സാക്ഷി മാറും. എന്നാൽ ഇവിടെ അഗ്നിയുണ്ട്, വിളക്ക്. അപ്പൊ വിളക്കിന്റെ പാദത്തിലാണ്, ആ വിളക്ക് പാദത്തിലാണ് പൂ അർപ്പിക്കേണ്ടത്. അത് വിഷ്ണുവിന്റെ പ്രതിരൂപമാണ് എന്നാ പറയുന്നത്, ആ അഗ്നി തന്നെ. അങ്ങനെ ദേവി ദൃഢമായിട്ട് തന്നെ സംസാരിച്ചു. നാരദൻ രാജാവിന് ഉപദേശിച്ചു അല്ലെ, ഭവാന്റെ മകൾക്ക് ഉള്ളിൽ വളരെ ദൃഢതയാണ് ഈ കാര്യത്തില്. അതിനാൽ ധർമ്മസ്ഥിതയായ അവളെ ഒരിക്കലും തടയരുത്. സാവിത്രിയെ സത്യവാന് നൽകണമെന്നാണ് എൻ്റെ പൂർണ്ണമായ അഭിപ്രായം. രാജാവ് ആദ്യം കുറച്ച് ചൂടിപ്പോയെങ്കിലും നാരദ ഋഷിയുടെ സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ നടക്കട്ടെ അല്ലെ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം, അങ്ങ് തന്നെയാണ് എൻ്റെ ഗുരു. അങ്ങനെ അന്ധരാജഋഷിയായ ദ്വിമത്സേനനെ പർണശാലയിൽ ചെന്ന് നേരിട്ട് കണ്ടു, പൂജിച്ച് ആദരിച്ച് എൻ്റെ യാത്രാ ഉദ്ദേശം അറിയിച്ചു. അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നമുക്ക് രാജ്യമില്ല, കുടുംബമില്ല, ഒന്നുമില്ല, കാട്ടിലാണ് വസിക്കുന്നത്. അവൾക്കെല്ലാം വലിയ വിഷമാവും അങ്ങയുടെ മകൾക്ക്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ സത്യവാന് ഈ സാവിത്രിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ഈ അന്ധനായ വിമത്സേനന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ നടന്നില്ലായിരുന്നു. എന്നാൽ തേടിയ വള്ളി കാലിൽ ചുറ്റി. ഉടനെ തന്നെ യാത്രാ ഉദ്ദേശം അറിയിച്ച അശ്വപതി മഹാരാജാവ് പറഞ്ഞു, നമ്മൾ തമ്മില് കുലത്തിൽ ഏകദേശം സമന്മാരാണ്. അതോടൊപ്പം ഞാനും ഇത് അർത്ഥിക്കുന്നു. അതുകൊണ്ട് അങ്ങത് ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ താല്പര്യം. അങ്ങനെ ആ അന്ധരാജാവ് അതിന് സമ്മതിക്കുകയും ആശ്രമത്തിൽ വെച്ച് സത്യവാൻ സാവിത്രിമാരുടെ വിവാഹം സമംഗളം വിധിപ്രകാരം നടത്തിയതിനു ശേഷം അശ്വപതി സാവിത്രിയെ ഭർതൃഗൃഹത്തിൽ വിട്ട് സ്വന്തം രാജധാനിയിലേക്ക് പുറപ്പെടേണ്ടായി. കാലാന്തരത്തില് സത്യവതി എന്ത് ചെയ്തു? അച്ഛൻ പോയതിനു ശേഷം രാജഭോഗങ്ങളായിട്ടുള്ള പലതും, വസ്ത്രങ്ങൾ ഇവർ ഉപേക്ഷിച്ചിട്ട് വൽക്കലവും അല്ലെ മുനിവേഷം ധരിച്ച്, മുനിയുടെ ഭാര്യ എന്ന രീതിയിൽ മുനിവേഷം ധരിച്ച് അവിടെ ജീവിക്കാൻ തുടങ്ങി. എളിമയോടും പരിചര്യാദി ശീലങ്ങളോടും കൂടി സർവർക്കും ഇഷ്ടം പ്രദാനം ചെയ്തു. അപ്പൊ ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന മരുമകൾ ഭാര്യ എങ്ങനെ ഇരിക്കണം എന്നിവിടെ വ്യക്തമായിട്ട് പറയണം അല്ലെ. പലപ്പോഴും ഒരു മാസമൊക്കെ നല്ല രീതിയിൽ ഇരിക്കുമെങ്കിലും അടുത്ത മാസം പലരുടെയും ക്യാരക്ടർ മാറുന്നതായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അമ്മായിയമ്മയുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ മരുമകളുടെ ആയിരിക്കാം അല്ലെ. എന്നാൽ ഇവിടെ സത്യവതി അങ്ങനെയല്ല. എളിമയോടും പരിചര്യ ആദി ശീലങ്ങളോടും കൂടി സർവർക്കും ഇഷ്ടം പ്രദാനം ചെയ്തു അല്ലെ. പ്രിയമായിട്ട് മാറി. കാലം കടന്നുപോയി, 1 വർഷം ആവാറായി അല്ലെ. സത്യവാന്റെ മരണദിനം അടുത്തു. ഇനി 4 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രഹസ്യം ആർക്കറിയാം? സാവിത്രിക്ക് നന്നായിട്ട് അറിയാം. അതോടൊപ്പം സാവിത്രിയുടെ അച്ഛനും അറിയാം. ഹൃദയവധ പൂണ്ട് സാവിത്രി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു വ്രതം എടുത്ത് കളയാം ഭർത്താവിന് വേണ്ടി അല്ലെ. ഇനി 4 ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അങ്ങനെ 3 ദിവസം നീണ്ട അതിദുഷ്കരമായ വ്രതം ആരംഭിച്ചു. ധ്യാന നിമഗ്നതയോടെ 3-ാം ദിവസം രാത്രി കഴിച്ചു. അടുത്തത് ഘോരമായ മൃത്യുദിനം പ്രഭാതത്തെ തള്ളി ഉണർന്നു അല്ലെ. ഇന്ന് മരിക്കും. ആരാണ്? സത്യവാൻ. ഇന്ന് വരെ ആയുസുള്ളൂ. സ്വമരണത്തെക്കുറിച്ച് അജ്ഞനായ സത്യവാൻ പതിവ് പോലെ കായ്കനികളും പൂക്കളും ശേഖരിക്കുവാൻ കൂടയുമായി വനത്തിലേക്ക്
പുറപ്പെടുന്ന സമയത്ത് സത്യവതി പറഞ്ഞു, ഇന്ന് ഞാനും കൂടെ വരാം. അല്ല വേണ്ട, വന്യമൃഗങ്ങളും ഒക്കെ ഒരുപാടുണ്ട്, നീ ഇവിടെ ഇരുന്നാൽ മതി. ആഹാ, ഇന്ന് ഞാൻ കൂടെ വന്നേ എനിക്ക് പറ്റുള്ളൂ. കാരണം ആർക്കറിയാം, സാവിത്രിക്കറിയാം എന്തെങ്കിലും അപകടം സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഭർത്താവിനെ അനുഗമിച്ചുകൊണ്ട് സത്യവാനോടൊപ്പം സാവിത്രിയും വന്നു. കാട്ടുകനികളെല്ലാം പറിച്ച് അവരൊക്കെ സംസാരിച്ച്, ഓരോ പ്രാവശ്യവും സംസാരിക്കുമ്പോഴും ദേവിയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാണ്. എപ്പോഴാണ് അദ്ദേഹത്തിന് അപകടം സംഭവിക്കണമെന്ന് അറിയില്ല. അത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ല, നാരദ ഋഷിയാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം മരം വെട്ടിയെടുക്കുന്നതിന് വേണ്ടി പോകുന്ന സമയത്ത് പെടുന്നനെ അദ്ദേഹത്തിന്റെ നെറ്റി വിയർത്ത് ക്ഷിപ്രക്ഷീണം ശരീരമാകെ വ്യാപിച്ചു. അദ്ദേഹം തളർന്ന് വീഴാൻ തുടങ്ങി അല്ലേ. സാവിത്രിയെ കഠിനമായി വേദനിച്ചുകൊണ്ട് നാഥ എന്ന് വിളിച്ചിട്ട് സാവിത്രിയുടെ മടിയിൽ അദ്ദേഹത്തിന്റെ തല വെച്ച് തടവാൻ തുടങ്ങി. ഈ സമയത്ത് സത്യവാൻ പറഞ്ഞു, ആത്മാവിന് കഠിനമായ അസ്വാസ്ഥ്യമുണ്ടാകുന്നു അല്ലെ. തലയും വേദനിക്കണു, ശരീരമാകെ വേദനിക്കണു. തലയ്ക്കുള്ളിൽ ക്രൂരശൂലങ്ങൾ കുത്തിക്കയറുന്ന പോലുണ്ട്. മരണവേദന എങ്ങനെയാണ്. അല്പസമയത്തിൽ ഭയാനകമെങ്കിലും സൗര തേജസ്സായ ഒരു രൂപം ദേവിക്ക് മുന്നിൽ, സാവിത്രിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അല്ലെ. ആരാണ്? കൃഷ്ണവർണ്ണമാർന്ന ഉടലും രക്തവർണ്ണമാർന്ന നേത്രവുമുള്ള രൂപത്തെ കണ്ട സാവിത്രി കൈകൂപ്പി ഭയത്തോടെ ചോദിച്ചു, അങ്ങ് ആരാണ്? അങ്ങ് എന്തിനാണ് ഇവിടെ ഭയത്തോടെ ചോദിക്കുന്നത്? മരണദേവനാണോ എന്ന് വെച്ചിട്ടാണ്? ആണ് അല്ലേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ യമനാണ്. സ്വയം പരിചയപ്പെടുത്തി. സത്യവാൻ വന്നിട്ട് ശുഷ്ക ആയുഷ്മാനാണ്, അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടുപോകുവാനാണ് വന്ന്. പറഞ്ഞു തീരണ്ട. ക്ഷണത്തിൽ യമൻ സത്യവാന്റെ ശരീരത്തിൽ കയറിയിട്ട് അങ്കുഷ്ടമാത്രാംഗനായ ആ ആത്മാവിനെ, അങ്കുഷ്ടമാന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവുള്ളൂ ആത്മാവിന്റെ ആ ഒരു ഇത്, ആ ആത്മാവിനെ എന്ത് ചെയ്തു? ബലപൂർവം ആകർഷിച്ചെടുത്തു. ശേഷം യമൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്രയായി. അപ്പൊ യമരാജന്റെ സ്ഥലമാണ് തെക്ക്. തെക്ക് യമരാജന്റെ സ്ഥലമാണ്. അങ്ങനെ തെക്കോട്ട് യാത്ര തുടങ്ങിയപ്പോ സാവിത്രി പിന്നെ നിന്നില്ല. ദൃഢനിശ്ചയത്തോടു കൂടി യമന്റെ പുറകെ പോയി. പതിവ്രതയായതുകൊണ്ട് യമന്റെ പുറകെ വച്ചു പിടിക്കുവാൻ സാവിത്രിക്ക് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ യമൻ സാവിത്രിയെ കണ്ട് ചോദിച്ചു, നീ എൻ്റെ കൂടെ വരുന്നത് ഒട്ടും ശരിയല്ല, എന്നെ പിന്തുടരുന്നത് അല്ലേ. ഉടനെ സാവിത്രി പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ ഏതവസ്ഥയിലും ഏത് ദിക്കിലേക്കും പിൻപറ്റുക എന്നത് എൻ്റെ ധർമ്മമാണ്, ഞാനത് ചെയ്യും, അതാണ് എനിക്ക് മുഖ്യം. പ്രീതി പൂണ്ട യമൻ സത്യവാന്റെ ജീവൻ ഒഴികെ ഒരു വരം ചോദിക്കാൻ പറഞ്ഞു. ക്ഷണത്തിൽ പറഞ്ഞു, തൻ്റെ ശ്വശുരന്റെ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടണം അല്ലെ. സത്യവാന്റെ അച്ഛനായ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി തിരികെ കിട്ടണം. ശേഷം വരം കൊടുത്തിട്ട് പിന്നെയും പോകുന്ന സമയത്ത് അവളോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടു. നീ ഇനിയും പിന്തുടർന്നാൽ തളർന്നു പോകും. അപ്പൊ പിന്തുടർന്നതോടുകൂടി സാവിത്രി പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഞാൻ തളർച്ച എന്താണെന്ന് എനിക്ക് അറിയുന്നേ ഇല്ല. പതിയുടെ ഗതിയാണ് പത്നിയുടെയും. അങ്ങനെ സാവിത്രിയുടെ പതിസ്നേഹം ദൃഢനിശ്ചയം കണ്ട യമരാജൻ 3 വരങ്ങൾ കൂടി നൽകി അല്ലെ. എന്താണ് 3 വരങ്ങൾ? ആദ്യം ഒരു വരം നൽകി. ആദ്യത്തെ വരം ഏതാണ്? ഭർത്താവിൻ്റെ അച്ഛൻ്റെ കണ്ണുകൾക്ക് കാഴ്ച കൊടുക്കുക. അതിനുശേഷം 3 വരങ്ങൾ കൂടി നൽകി. എന്തൊക്കെയാണ്? ആ ശ്വശുരന് നഷ്ടപ്പെട്ട രാജ്യത്തിന്റെ ആധിപത്യം വീണ്ടും ലഭിക്കണം. പിന്നെയോ, തനിക്ക് സത്യവാനിൽ നിന്ന് മഹാപ്രബലരായ 100 പുത്രന്മാർ പിറക്കണം അല്ലേ. എന്താ പറയാ, കണ്ണിങ് ആയിട്ട് ചോദിച്ചു. ജീവിപ്പിക്കാൻ ചോദിച്ചില്ല. പക്ഷെ സാവിത്രി എന്ത് പറഞ്ഞു?
എനിക്ക് 100 പുത്രന്മാർ, എൻ്റെ ഭർത്താവിൻ്റെ 100 പുത്രന്മാർ എനിക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞാൽ അടുത്ത ഒരു വരം കൂടെ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് 4 വരം. അതെന്താണ്? എൻ്റെ അച്ഛന് അശ്വപതിക്കും 100 പുത്രന്മാരുണ്ടാവണം, എൻ്റെ അമ്മയ്ക്ക്. അല്ലേ? അങ്ങനെ ആകെ മൊത്തം 4 വരം. 4 വരത്തും കൊടുത്ത് അനുഗ്രഹിച്ചിട്ട് ആശ്വസിപ്പിച്ച് യമരാജൻ പോയി. ഈ സമയത്ത് സാവിത്രി കൊടുമുത്കണ്ഠയോടെ തൻ്റെ പതി കിടന്നിടത്തേക്ക് പാഞ്ഞു ചെല്ലണ്ടായി. കാന്തന്റെ മുഖത്തേക്ക് നോക്കി. അല്ലേ? കണ്ണടച്ചിരിക്കുന്നു. സാവിത്രി നിർനിമേഷയായിട്ടിരിക്കുകയാണ്. പക്ഷെ ക്ഷണത്തില് സത്യവാൻ കാലപാശത്തിൽ നിന്ന് വിമുക്തനാകുന്നതിന്റെ ലക്ഷണങ്ങൾ ദൃശ്യമായി തുടങ്ങി. കണ്ണു തുറന്നു. ഒരു ഉറക്കത്തിൽ നിന്ന് എണീറ്റ മാതിരി. അല്ലെ? ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എന്ന് പറയും. OBE. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ട്, ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് ആണ്. അല്ലെ? ആത്മാവ് പുറത്ത് വന്നു ശരീരത്തിൽ നിന്ന്, എങ്കിലും പിന്നെയും ജീവനോടുകൂടി തിരിച്ചു വരികയാണ് യമരാജന്റെ അനുഗ്രഹത്താൽ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്തേ നീ വിളിക്കാത്തത്? എന്നെ ആരോ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആരായിരുന്നു അത്? അല്ലേ? അപ്പൊ ഇപ്പൊ ഒന്നും പറയാനുള്ള ഒരു സമയമില്ല, എങ്കിലും ഈ യമനാണ് ഇവിടെ വന്നിട്ടുള്ളത്, അദ്ദേഹം അങ്ങേ അനുഗ്രഹിച്ചിട്ട് പോവണ്ടെന്നും പറഞ്ഞ് ചെറു കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അവര് മാതാപിതാക്കളുടെ അടുത്തേക്ക് തത്രപ്പാടോടുകൂടി പോവാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകൾ തിരിച്ചു കിട്ടി. എല്ലാവർക്കും വലിയ സന്തോഷം. അത് മാത്രമല്ല, അതിലെ മുഖ്യമന്ത്രി ചാരനായി ചെന്നിട്ട് രാജ്യം കട്ടെടുത്ത രാജാവിനെ ഹനിക്കുകയും അവരെല്ലാവരും കൂടെ ചേർന്ന് ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി വരികയും ചെയ്തതാണ് ആ രാജ്യത്തിലേക്ക്, സാൽവ രാജ്യത്തിലേക്ക്. എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ സത്യവാനും സാവിത്രിയും കൂടാതെ ശൈബ്യയും ശൈബ്യയുടെ ഭർത്താവായ അദ്ദേഹവും ആരാണ്, ദ്യുമത്സേനനും കൂടെ ചേർന്ന് അവർ കൊട്ടാരത്തിലെത്തി. ഒടുവിൽ സത്യവാൻ യുവരാജാവായി മാറുകയും ചെയ്തു. അങ്ങനെ സാവിത്രിക്ക് 100 പുത്രന്മാരും തൻ്റെ പിതാവിനും തൻ്റെ പിതാവിൻ്റെ ഭാര്യയിൽ നിന്ന് ശൈബ്യയിൽ നിന്ന് 100 അശ്വപതിക്ക് 100 പുത്രന്മാരും ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ പതിവ്രത നിഷ്ഠയുടെ നിറഞ്ഞ പ്രതീകമായ സാവിത്രി അച്ഛൻ, അമ്മ, ശ്വശുരൻ, ശ്വശ്രു, പിന്നെയോ പതി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭർത്താവ് എന്നിവരെ എല്ലാം ദുഃഖക്കടലിൽ നിന്ന് രക്ഷിച്ചു. ഒരേ ഒരു പതിവ്രത ആ ഒരു ഫാമിലിയിൽ വന്നു കയറിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങളാണ്. അല്ലേ? ഇവിടെ കൃഷ്ണനും ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ പറയുന്നു, ഗാദുഗ്ധാം അസതിം ച ഭാര്യാം. സതിയുള്ള ഭാര്യ, അസതിയായിട്ടുള്ള ഭാര്യയാണ്, ഈ പാതിവൃത്യം ഇല്ലാത്ത ഭാര്യയാണെങ്കിൽ ദുഃഖത്തിൽ കലാശിക്കും അത്രേ. എന്നാൽ ഇവിടെ അതിപതിവ്രതയായ സാവിത്രി ആ കുടുംബത്തിൽ കയറി ചെന്നതേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? ഭർത്താവിൻ്റെ അച്ഛന് കാഴ്ച തിരിച്ചു കിട്ടി. ചിലവർ കയറി ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഒരു കുടുംബത്തിൽ എപ്പോഴാണോ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കാലെടുത്ത് വെച്ച് 2-ാം ദിവസം ആ ഭർത്താവിൻ്റെ അച്ഛൻ കിടപ്പിലായി, പിന്നെ തട്ടിപ്പോവുകയും ചെയ്തു. അല്ലേ? ചില സമയത്ത് അങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷെ അത് ആരുടെ കുറ്റം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. എങ്കിലും പാവങ്ങളായ സ്ത്രീകളെയാണ് പൊതുവെ വന്ന് കയറി, അല്ലേ, അതിന് മുമ്പേ കിടത്തി കളഞ്ഞു എന്നൊക്കെ ഈ കുടുംബക്കാരൊക്കെ പറയാറുണ്ട്. എങ്കിലും ഇവിടെ വളരെ എടുത്തു പറയുന്നു, ഒരു പതിവ്രതയായ ഒരു സ്ത്രീയാണ് ഭാര്യയായിട്ട് കിട്ടുകയാണ് എങ്കിൽ തീർച്ചയായും അച്ഛനും ഭർത്താവിനും അച്ഛൻ്റെ അമ്മയ്ക്കും സ്വന്തം അച്ഛനും എല്ലാവർക്കും ഗുണമുണ്ടാവും. അല്ലേ? എല്ലാവരും ദുഃഖക്കടലിൽ നിന്ന് രക്ഷിക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ സ്ത്രീയുടെ പരമമായ ധർമ്മമാണത്. സ്വന്തം ഭർത്താവിനെ മാത്രം, ഭർത്താവിന്റെ ശുശ്രൂഷ അല്ലേ, പരോധർമ്മോഹി അമായയാ, പരമമായ ധർമ്മമാണ് സ്ത്രീയുടെ ഭർത്തൃ ശുശ്രൂഷ. ഭർത്താവിന്റെ കൂടെ ഇരിക്കുക പാതിവ്രത ശുദ്ധിയോടുകൂടി എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇവിടെ അപ്പൊ ഇന്നുള്ള മോഡേൺ സയൻസും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള സമയത്ത് എവിടെ വേണമെങ്കിലും പോവാം. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രാഫിക്കുകൾ വയ്ക്കുന്നതിന് വേണ്ടിയും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കാമെങ്കിലും ശാസ്ത്രമനുസരിച്ച് ഇതൊക്കെ നിഷിദ്ധമാണ് അല്ലേ. ഒരു ഭർത്താവുണ്ട് എങ്കിൽ ഭർത്താവിൻ്റെ കൂടെ തന്നെ ഭാര്യ കഴിയണം. അതാണ് ഒരു പതിവ്രത ധർമ്മം എന്ന് പറയുന്നത്. എന്തിനേറെ പറയുന്നു, ഒരു ഡിവോഴ്സ് എന്നും പറഞ്ഞൊരു സെറ്റപ്പ് ശാസ്ത്രത്തിൽ ഇല്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കല്യാണം കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ ആ ഭാര്യ ഭർത്താവിന് രജിസ്ട്രേർഡ് ആണ് അല്ലേ. ഒരിക്കലും ആ ഭാര്യ മരിക്കുന്നത്, അതിനാണ് ദീർഘസുമംഗലി എന്ന് പറയുന്നത്, മരിക്കുന്നത് വരെ ആ ഭർത്താവിൻ്റെ തന്നെ സ്വന്തമായിരിക്കും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് ഒരു ഡിവോഴ്സ് സെറ്റപ്പ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഡിവോഴ്സ് വലിയ കഷ്ടമാണ്, രണ്ട് വന്നിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം ഒരുങ്ങി വരുന്ന രീതിയിൽ ജീവിതം ചിട്ടപ്പെടുത്തി എടുക്കാതിരിക്കുക. അങ്ങനെയുള്ള ഇണയെ സ്വീകരിക്കുന്നതാണ് ആണിനും പെണ്ണിനും നല്ലതാണ്. ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടി കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രണ്ടുപേരുടെയും ചിന്തയുടെ വേവ് ലെങ്ത് ഒന്നും ശരിയാവുന്നില്ല, അതുകൊണ്ട് നമുക്ക് വിരിയാം അല്ലേ എന്നൊക്കെയുള്ള ഇതൊക്കെ അങ്ങ് മാറ്റിവെക്കുക. ഒരു അപകടം വരാതിരിക്കുന്നത് അത് വലിയൊരു അപകടമാണ് അല്ലേ. അപ്പൊ അത് ആള് റിപ്പയർ ആവുന്നില്ലെങ്കിൽ ഡിവോഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി ഒരാളെ കല്യാണം കഴിച്ചാലും ആള് റിപ്പയർ ആവുന്നില്ലല്ലോ, അപ്പൊ നമ്മളാണ് റിപ്പയർ ആവുന്നത്. അല്ലെങ്കിൽ ഡിവോഴ്സ് വിൽ ബി റിപ്പീറ്റഡ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഡിവോഴ്സ് ഒന്നും ഒരു അന്തിമമായ ഒരു ഇതല്ല അല്ലേ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ സാവിത്രിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. പാതിവൃത്യ ശുദ്ധി ഉള്ളത് കൊണ്ടും ഭർത്തൃ ശുശ്രൂഷ ഉള്ളത് കൊണ്ടും ആ സാവിത്രി കയറി വന്ന കുടുംബവും സാവിത്രിയുടെ കുടുംബവും തന്നെ എല്ലാ ദുഃഖക്കടലിൽ നിന്നും മേലെ വന്നു എന്നാണ് പറയുന്നത് മാർക്കണ്ഡേയ ഋഷി. അതിനുശേഷം മാർക്കണ്ഡേയ ഋഷി പറഞ്ഞു, സാവിത്രിയെ പോലെ കുലീനയും മംഗളദായകയുമായ പാഞ്ചാലി തീർച്ചയായും നിങ്ങളുടെ ഉത്കർഷണത്തിനും കാരണമായി തീരും. അതേ പതിവ്രതയാണ് പാഞ്ചാലി, അവളും നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തീർച്ചയായും പാണ്ഡവകുലം ഏറ്റവും വൈശിഷ്ട്യമായി മാറി ഉത്കർഷമായി മാറും എന്ന് ഇവിടെ മാർക്കണ്ഡേയ മുനി അനുഗ്രഹിച്ചു. അപ്പോൾ ഈ ഒരു കഥ പതിവ്രത ധർമ്മത്തിൻ്റെ കഥയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാം. അമ്മമാർക്കെല്ലാം ഇനി വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. മക്കൾക്കെല്ലാം, ആണുങ്ങൾക്കും അതെ പെൺകുട്ടികൾക്കും അതെ, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു വേദി ഇതെല്ലാം മഹാഭാരതത്തിലുണ്ട്. അപ്പോൾ നല്ലതെല്ലാം നമുക്ക് സ്വീകരിക്കാം അല്ലേ. ഗുഡ് എക്സാമ്പിൾ എല്ലാം നമുക്ക് സ്വീകരിക്കാം. ബാഡ് എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നെങ്കിൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അതിനർത്ഥം. അല്ല, മഹാഭാരതത്തിൽ ഒരാൾ മാംസം കഴിച്ചല്ലോ കർണൻ, എന്നാ പിന്നെ എനിക്കും കഴിച്ചു, അത് ബാഡ് എക്സാമ്പിളാണ് അല്ലേ. അതുകൊണ്ട് അതിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടിയാണ് ബാഡ് എക്സാമ്പിൾ പറയുന്നത്, അത് ഗുഡ് എക്സാമ്പിൾ അല്ല. അതേമാതിരി മഹാഭാരതത്തില് ഗുഡ് എക്സാമ്പിൾ ഉണ്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്ത്രീകളില് പാഞ്ചാലി, കുന്തി, പിന്നെ സാവിത്രി, ഇവരെല്ലാം ഗുഡ് എക്സാമ്പിൾ ആണ് സ്ത്രീകൾക്ക്. പുരുഷന്മാർക്ക് എക്സാമ്പിൾ ആരാണ്? ബെസ്റ്റ് എക്സാമ്പിൾ യുധിഷ്ഠിരൻ അല്ലേ, ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യുധിഷ്ഠിരൻ. അപ്പോൾ ഇതിൽ നിന്നല്ല നമ്മൾ ഗുഡ് എക്സാമ്പിൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലും ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് മംഗളമുണ്ടാകും എന്നാ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അതിനു വേണ്ടിയാണ് മഹാഭാരതം ധർമ്മമനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രേയസും അതിനോടൊപ്പം ശ്രേയസ്സും ഉണ്ടാകാം, അതിനു വേണ്ടിയാണ്.
ബാക്കിയുള്ള കഥ നമുക്ക് ഇനി വിരാട പർവം അടുത്തുകൊണ്ടിരിക്കുന്നു. അജ്ഞാതവാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് യുദ്ധാരംഭമാണ്. ഒരുപാട് കഥകൾ ഇനിയും പഠിക്കാനുണ്ട്. അതിലൊരുപാട് ധർമ്മങ്ങളും എല്ലാം നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നാളെ കാണാം രാവിലെ. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വാസുദേവ തനുജായ വാസുദേവായ മംഗളം. കിരീടകുണ്ടലഭ്രാജദല ഗൈരന്മുഖശ്രിയേ ശ്രീവത്സ കൗസ്തുഭോദ്ഭാസി വക്ഷസേ ച അസ്തു മംഗളം. നീലാംബുദനികാശായാം വിദ്യുത് സദൃശവാശസേ ദേവകീ വസുദേവാഭ്യാം സംസ്തുതായാസ്തു മംഗളം. താഭ്യാം സംപ്രാർത്ഥിതായാദാത് പ്രാകൃതാദ്ഭകരൂപിണേ യശോദായാ ഗൃഹം പിത്രാം പ്രാപിതായാസ്തു മംഗളം. പൂതനാസുഭയപ്പാന പേശലായ സുരാരിണേ ഷകടാസുരവിധ്വംസി പാദപത്മായ മംഗളം. യശോദാലോകിതേ സ്വാസ്യേ വിശ്വരൂപ പ്രദർശിനേ മായാമാനുഷരൂപായ മാധവായാസ്തു മംഗളം. നാളെ കാണാം. ഹരേ കൃഷ്ണ.